അപ്പോൾ ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ കല്യാണമാണ്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടി റെഡിയാവാൻ നിൽക്കുകയാണ്. പക്ഷേ എനിക്ക് പീരീഡ്സ് ആയിട്ട് ഒന്നായതേ ഉള്ളൂ കേട്ടോ. പെയിൻ കാരണം എനിക്ക് ഒട്ടും സഹിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പോകണോ വേണ്ട എന്നുള്ള ചിന്തയിൽ നിൽക്കുകയാണ്. പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ പോയി മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ഇട്ട് വന്നു. ഒരുങ്ങുന്ന വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ശരീരവേദന അതിനനുവദിച്ചില്ല. പിന്നെ മക്കളെ ഒരുക്കി ഞാനും ഒരുങ്ങി വന്ന് നിന്നു. ഇടയ്ക്ക് വെച്ച് ലാലൂസിനൊക്കെ ഉള്ളത് കൊണ്ട് പൊന്നിയും ലാവിയും കൂടെ ലാലൂസിൻ്റെ കൂടെയാണ് പോയത്. ഞാനും പൊടിയും അമ്മയും കൂടെയാണ് അവിടെ പോയത്. ഞങ്ങൾ അവിടെ എത്തി. ഇതാണ് ചെറുക്കനും പെണ്ണ് തൃശ്ശൂർകാരിയാണ് കേട്ടോ. അവൻ ഭയങ്കര ബിസിയാണ്. അവൻ ഫോണിലൊക്കെ സംസാരിച്ച് പോവുകയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പകർത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ പിടിച്ചു നിർത്തി എൻ്റെ കൂടെ നിർത്തിയൊരു വീഡിയോ ഒക്കെ എടുത്ത് ആരുടെ അടുത്തൊക്കെ സംസാരിക്കുകയാണ് അവൻ. പിന്നെ ഞാനും അമ്മയും കൂടെ അവിടെ എല്ലാം നടന്ന് കണ്ട് പിന്നെ ഞങ്ങൾ അകത്തോട്ട് പോകാൻ വിചാരിച്ചു. കാരണം എനിക്ക് ഒട്ടും വയ്യ നിൽക്കാനായിട്ടൊക്കെ. അതുകൊണ്ട് ഞാനും അമ്മയും കൂടെ നടന്ന് അകത്തോട്ട് പോയി കുറച്ചേരം ഇരുന്നിട്ട് വീണ്ടും പുറത്തോട്ട് നടത്തേക്ക് പൊന്നിയും ലാവിയെയും ലാലൂസൊക്കെ വന്നു. അപ്പം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പടത്തിന് ഒരു ടിക്കറ്റ് കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അതിന് പോകാനായിട്ട്. അങ്ങനെ ഞങ്ങളുടെ അവിടെ 1-2 പറഞ്ഞ് നിന്ന്. പിന്നെ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ എൻട്രി ആയി കേട്ടോ. അവർ കയറി അകത്തോട്ട് പോകുന്നുണ്ട്. ഇതിപ്പോൾ ഈ സമയമായതുകൊണ്ട് കേട്ടോ ഇവിടെ ആരും ഇല്ലാത്തത്. ഞങ്ങൾ നേരത്തെ വന്നു. ഞങ്ങൾ പടത്തിന് ടിക്കറ്റ് എടുത്തത് 6:15. അപ്പം 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളവിടെ എത്തി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അമ്മ വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുവാണ്. പിന്നെ അവരെ കൂടെ പോയി ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ലാൽസും വെയിറ്റ് ചെയ്യുകയാണ് കയറാനായിട്ട്. ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങൾ എൻ്റെ രണ്ടാമത്തെ ആങ്ങളെയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്ര ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ശരത്തിനെ പോലെ ആരും ആവില്ല കേട്ടോ. ശരത്ത് എത്ര ദൂരെയാണെങ്കിലും അവനെ ഒരു ദിവസമെങ്കിലും വിളിച്ച് സംസാരിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് തന്നെ പടത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് പറഞ്ഞ് പടത്തിന് വേണ്ടി നേരെ 8:30 ഇവിടെ എത്തിക്കണമെന്നാണ് എന്നോട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അമ്മയും അണ്ണനോടെ കയറി നിന്നു. അങ്ങനെ അവരെ വീഡിയോയും പകർത്തി. ഞാനൊരു ഐസ്ക്രീമും വാങ്ങിച്ചു നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ.